Welcome to Maths India, Class 9, Chapter 1, NCERT, Exercise 1.3 Real Numbers and their Decimal Expansion ആണ് ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക്ക്. നമുക്ക് എക്സാമ്പിൾ 5 മുതൽ തുടങ്ങാം. എക്സാമ്പിൾ 5. Find decimal expansion of 10/3, 7/8 and 1/7. ഇത് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ഡിവിഷൻ ചെയ്ത് ഓൾറെഡി നിങ്ങൾക്ക് ശീലമുള്ളവരാണ്. ഡിവിഷൻ പഠിപ്പിക്കലല്ല ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിലുള്ള മെയിൻ ലക്ഷ്യം. നമുക്ക് ഈ 3 റേഷൻ നമ്പർ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടുമായിട്ട് പല കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കലാണ് മെയിനായിട്ട് ലക്ഷ്യം. നമുക്ക് തുടങ്ങാം. 10/3. 10 divided by 3. 3 3s are 9. 1. ഒരു ഡെസിമൽ ഇവിടെ ഇട്ടിട്ട് നമ്മൾ 0 ഇടുന്നു. പിന്നെ 3 3s are 9. 1. വീണ്ടും 0. 3 3 3s are 9. 1. 3 3s are 9. അപ്പോൾ ഈ രീതിയിൽ ഇത് കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കും. ഇനി നെക്സ്റ്റ് നമ്പർ നമ്മൾ എടുക്കാം. 7/8. 7നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ അകത്ത് പോവില്ല. അപ്പോൾ നമ്മൾ ആദ്യം 0 ഇടുന്നു, പിന്നെ ഡെസിമൽ ഇടുന്നു, പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു 8 8s are 64. 8 8s are 64. 6 0 7 8s are 56. Remainder 4. Then again 0 5 8s are 40. അപ്പോൾ ഇത് തീർന്നു. ഇതിൻ്റെ ആൻസറാണ്. ഇനി അടുത്തത് 1/7 ആണ്. 1/7ൽ 1നെ 7 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. 7 ഇതിൻ്റെ അകത്ത് പോവില്ല. അപ്പോൾ നമ്മളൊരു 0 ഇടുന്നു. ഇവിടെ 0 then decimal 1 7. So after subtracting 7 from 10 we will get 3. പിന്നെ വീണ്ടും 0 ഇടുന്നു. 4 7s are 28. 2 0 2 7s are 14. 6 0 8 7s are 56. 8 7s are 56. Then 4 0 5 7s are 35. Then 5 0 7 7s are 49. വീണ്ടും ഇവിടെ നമ്മൾ 0 ഇട്ടേക്കുണ്ടെങ്കിൽ വീണ്ടും 1 മുതൽ തുടങ്ങും. അതായത് 1 0 വീണ്ടും 10 വരുവാണ്. അപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ഇത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്സാമ്പിൾ 5 ഫൈൻഡ് ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് 10/3, 7/8, 1/7 ഇവിടെ തീർന്നിരിക്കുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഈ ഡിവിഷനിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കി. ഒന്നല്ലെങ്കിൽ റിമൈൻഡർ 0 ആയിട്ട് മാറും, അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ പർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം അത് റിപ്പീറ്റ് ആവുകയാണ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഡിവിഷൻ കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് 1 2 3 4 5 6 ഡിജിറ്റ് വരെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പർട്ടിക്കുലർ ബ്ലോക്ക് ഓഫ് ഡിജിറ്റ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിലുള്ള 2 രീതിയിലുള്ള ഡെസിമൽ എക്സ്പാൻഷനാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് റിമൈൻഡർ 0 ആയിട്ട് മാറും. റിമൈൻഡർ 0 ആയിട്ട് മാറുന്ന എല്ലാ ഡെസിമൽ എക്സ്പാൻഷനും നമ്മൾ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയും. സെക്കൻഡ് കേസിൽ ഡിജിറ്റ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ഒരു സിംഗിൾ ഡിജിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് ഡിജിറ്റ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ കേസിനെ നമ്മൾ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നു.
ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ഈ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിങ് ഇതിനെയും നമ്മൾ റേഷൻ നമ്പർ കൺക്ലൂഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് റേഷൻ നമ്പറായിട്ട് നമുക്ക് ഇതിനെയും കരുതാമോ? യെസ്, ഇതിനെ നമുക്ക് റേഷൻ നമ്പറായിട്ട് കരുതാം. കാരണം ഇതിൻ്റെ റിവേഴ്സ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിനെ നമുക്ക് റേഷൻ നമ്പറിൻ്റെ രൂപത്തിൽ, അതായത് P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എക്സാമ്പിൾ 6 ചെയ്യാം. എക്സാമ്പിൾ 6 ഷോ that show that 3.14267 is a rational number. ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ അത്രയും 0 അതിൻ്റെ താഴെ എഴുതിയാൽ മതി. അപ്പോൾ അത് P/Q ഫോമിലാവും. P/Q ഫോമിലായിക്കൊണ്ട് പിന്നെ റേഷൻ നമ്പറായി ഞാനിവിടെ എഴുതി കാണിക്കാം. 3.14268. ആദ്യം ഈ ഡെസിമലിന് വേണ്ടിയിട്ട് 1, പിന്നെ 6 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ 60 1 2 3 4 5 6. ഇതിനെ വേണമെങ്കിൽ പിന്നെ ലോവസ്റ്റ് ഫോമിൽ വാക്കാം നമുക്ക്. അപ്പം ഇത് P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഹെൻസ് ഇറ്റ് ഈസ് എ റേഷൻ നമ്പർ. എക്സാമ്പിൾ 7. Show that 0.333 is equal to 0.3 bar can be expressed in the form of P/Q. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പല മെത്തേഡുകളുണ്ട്. അതിലെല്ലാ മെത്തേഡും തന്നെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ആദ്യം ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0.3 bar is equal to 0.3333 ഡോട്ട്. 3 ഡോട്ട് എന്ന് ഇതിൻ്റെ കണ്ടിന്യൂ ആണെന്നുള്ളതിൻ്റെ. പിന്നെ ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 10 into x is equal to 10 into 0.333. നമ്മൾ 10 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തേക്കുണ്ടെങ്കിൽ ഈ ഡെസിമൽ പ്ലേസ് ഒരു പ്ലേസ് മുന്നോട്ട് പോകും. അപ്പോൾ ഇത് 10x is equal to 3.33 ഡോട്ട് ഡോട്ട്. നമ്മൾ എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.33 അല്ലേ. അപ്പോൾ 0.33, അതായത് ഇതിനെ വീണ്ടും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 3 + 0.33 എന്ന് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ 0.33യുടെ സ്ഥാനത്ത് നമ്മൾ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 10x is equal to 3.333 dot 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 is equal to 3 plus x എന്ന് എഴുതാം നമുക്ക്. അതായത് 10x is equal to 3 plus x. ഈ x ഇവിടെ വരും. അപ്പോൾ 10x minus x is equal to 3. 9x is equal to 3. 10x ൽ നിന്ന് x മൈനസ് ചെയ്തതിന് ശേഷം 9x. x is equal to 3/9. ഇതിനെ പിന്നെ റെഡ്യൂസ് ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ 1/3 കിട്ടും നമുക്ക്. ഇത് ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു മെത്തേഡാണ്. അതായത് ഈ 0.33യുടെ വാല്യൂ നമ്മളിവിടെ എക്സ് നിന്ന് കണക്കൂട്ടിയതുകൊണ്ട് ആ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതിനേക്കാളും വളരെ ഈസി ആയിട്ടൊരു മെത്തേഡുണ്ട്. ഒരു ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ചെയ്യിപ്പിച്ചതിന് ശേഷം ആ മെത്തേഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ 2 ക്വസ്റ്റ്യനും അതേ മെത്തേഡ് ചെയ്യാം. നെക്സ്റ്റ് എക്സാമ്പിൾ ചെയ്യാം നമുക്ക്. അതിനുശേഷം ആ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ 8. ഷോ 1.27 bar show that 1.27 bar can be expressed in the form of P/Q. ഇത് എക്സാമ്പിൾ 8 ആണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള. ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നു നോക്കുക. ലെറ്റ് x is equal to 1.27 bar
ഇസ് ഈക്വൽ ടു 1.27. ഈ 27ൻ്റെ മുകളിലാണ് ബാറ്. അതിൻ്റെ അർത്ഥം 2727 റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2727 ഡോട്ട്. രണ്ട് ഡെസിമൽ പ്ലേസ് ആണ്. രണ്ട് ഡെസിമൽ പ്ലേസ് ആകുമ്പോൾ നമ്മൾ 10ൻ്റെ മൾട്ടിപ്പിൾസ്, അതായത് 100 യൂസ് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യാൻ. 100x നമ്മൾ ആദ്യമേ നിന്ന് 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. കാരണം ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ രണ്ട് ഡെസിമൽ പ്ലേസ് ആണ്, അതുകൊണ്ട് നമ്മൾ 100 യൂസ് ചെയ്യുന്നു. അപ്പോൾ 100 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. 100 ഇൻറ്റു 1.2727 ഡോട്ട് ഡോട്ട് ഡോട്ട്. ഇവിടെ എക്സിന് നമ്മൾ എന്താണ് കണക്കാക്കുന്നത്? 1.27 ആണ്. ഇതിനാദ്യം നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, അതിനുശേഷം നോക്കാം. 100x ഈസ് ഈക്വൽ ടു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് പ്ലേസ്, രണ്ട് പൂജ്യം കൊണ്ടുള്ള, അപ്പോൾ രണ്ട് പ്ലേസ്, ഈ ഡെസിമൽ പ്ലേസ് രണ്ട് പ്ലേസ് മുന്നോട്ട് പോകും. ഇത് 1 2 ഇവിടെ വരും. അപ്പോൾ 127 27 27 ഡോട്ട് ഡോട്ട് ഡോട്ട്. എക്സ് ഇസ് ഈക്വൽ ടു 1.2727 ആണ്. അപ്പോൾ നമ്മളിതിനെ ഇവിടെ എക്സിൻ്റെ വാല്യൂ, അതായത് 1.2727 എഴുതുവാണ്. അപ്പോൾ 1.27 എഴുതുമ്പോൾ ഒരു 1 ഇതിൻ്റെ നമ്മൾ കുറയ്ക്കുമ്പോഴാണ് ശരിയാവുള്ളൂ. അപ്പോൾ ഇത് 126 ആയിട്ട് വരും. അതായത് ഇവിടെ 10 കൊണ്ട് നമ്മൾ 0.33 മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 3യുടെ മുകളിൽ ബാറാണ്, 3 ആണ് റിപ്പീറ്റ് ആവുന്നത്, അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് ആണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് പോയിട്ട് മുന്നോട്ട് പോയി. ഈ ഭാഗത്ത്, അതായത് ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് ഇവിടെ ഓൾറെഡി കണക്കാക്കിയിരിക്കുകയാണ്. അതേസമയത്ത് എക്സാമ്പിൾ 8 എന്താണ്? എക്സാമ്പിൾ 8 27 100 കൊണ്ട് മൾട്ടിപ്ലൈ, ഈ ഡെസിമൽ പ്ലേസ് 27ൻ്റെ മുന്നിലേക്കേ പോയുള്ളൂ. നമ്മൾ പക്ഷേ എക്സ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നതിനാണ് 1.27 അപ്പോൾ 1.27 ഈ 127 ടോട്ടൽ ചെയ്യുമ്പോൾ 127 തന്നെ വരണം, പ്ലസ് 0.2727 വരണം. അപ്പോൾ ആ രീതിയിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ 100x ഈസ് ഈക്വൽ ടു ഇങ്ങനെ. വീണ്ടും നമ്മൾ 127 പ്ലസ് 126 പ്ലസ് എക്സിൻ്റെ സ്ഥാനത്ത് ഇതായിരുന്നു, ഇതെല്ലാം എഴുതിയിരിക്കുന്ന എക്സിൻ്റെ സ്ഥാനത്ത് ഇതാണ്. അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ എക്സ് എഴുതി. ഈക്വൽ ടു 100x. പിന്നെ ഈ എക്സ് ഇങ്ങോട്ട് വരുന്നു, അത് സബ്ട്രാക്ട് ചെയ്യുന്നു. 100x മൈനസ് എക്സ് ഈക്വൽ ടു 126 99 x ഈക്വൽ ടു 126. എക്സ് ഈസ് ഈക്വൽ ടു 126/99. ഇതിനെ ഇനി ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കാം. അപ്പോൾ ഇതിൻ്റെ സം ഓഫ് ദ ഡിജിറ്റ് 9 ആണ്. അപ്പോൾ 9 ടേബിൾ ചെയ്തു. ഇവിടെ 9 + 9 ഇത് ഓൾറെഡി അല്ലാതെ അറിയാമല്ലോ നമുക്ക്. 11 × 9 11 9s are 99. അപ്പോൾ നമ്മൾ ഇത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 1 1 1 9 4 9s are 36. 14/11. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി വേറെ മെത്തേഡിൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിക്കാം. ആ മെത്തേഡ് കാണിച്ചിട്ട് അതേ മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്താലും മതി. ഈ മെത്തേഡ് അല്ലെങ്കിൽ ആ മെത്തേഡ്, ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു എക്സ് ഇസ് ഈക്വൽ ടു 0.3. ഇതിനെ P/Q ഫോമിലാക്കണം. എങ്ങനെയാണെന്ന് കാണാം. ആദ്യം ഇതിനെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്, അതായത് ബാറായിട്ടുള്ള എത്ര, ഈ മുകളിൽ ബാറുള്ള എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടെന്ന് അതിൽ നിങ്ങൾ നോക്കുക. അപ്പോൾ 10x ഉള്ളൂ. അപ്പോൾ ഒരു പൂജ്യമുള്ള 10ൻ്റെ മൾട്ടിപ്പിൾ. ലെറ്റ് ഇറ്റ് ബി 1. പിന്നെ നമ്മളിതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് 3.33 ഡോട്ട് ഡോട്ട് ലെറ്റ് ഇറ്റ് ബി 2. സബ്ട്രാക്ട് 1 from second.
10x-ൽ നിന്ന് ഇത് സെക്കൻഡാണ്, സെക്കൻഡിൽ നിന്ന് 1 മൈനസ് ചെയ്യണം. 10x-ൽ നിന്ന് x മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 9x. 3.33-ൽ നിന്ന് ഇതിവിടെ ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്തു, ഇത് 0 ഇത് 0. ഓക്കെ, 0.33 ആണ്. 3.33 നിന്ന് 0.33 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? നമ്മൾ ആദ്യം ഇവിടെ എഴുതിയേക്കാം, അതിനുശേഷം നിങ്ങൾ ഓർലി ചെയ്തേച്ചാൽ മതി. ഇതിനെ മൈനസ് ചെയ്യണം, അപ്പോൾ കിട്ടുന്നതാണ് 3. ഇവിടെ സെയിം ആണ്, അപ്പോൾ നമുക്കിവിടെ 0 കിട്ടുള്ളൂ. അപ്പോൾ 3 കിട്ടി. അപ്പോൾ x is equal to 3/9. ലോവസ്റ്റ് ഫോമിൽ ചെയ്തതിന് ശേഷം 1/3. അടുത്ത നമ്പറിന് ഇതേ രീതി ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? ആദ്യമേ നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു കിട്ടിയ വാല്യൂ എക്സിനോട് ഈക്വൽ ആയിട്ട് എഴുതുക. എന്നിട്ട് അതിൻ്റെ ഡെസിമൽ ഫോമിൽ, അതായത് ബാർ മാറ്റിയിട്ട് ഡെസിമൽ ഫോമിൽ എഴുതുക. പിന്നെ 10x ആ ഡെസിമൽ ഫോമിൽ എത്ര 10 കൊണ്ടാണ് നമ്മൾ എത്ര ഇത് ഡെസിമൽ പ്ലേസ് ഉണ്ടോ, അതായത് എത്ര ബാറുള്ള ഡെസിമൽ പ്ലേസ് ഉണ്ടോ അത്രയും 10ൻ്റെ മൾട്ടിപ്പിൾ എന്താണ്? 10 ആണ്, 100 ആണ്, 1000 ആണ്, ഈ രീതിയിൽ. അല്ലാതെ 20, 30 അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 10, 100, 1000 ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ അത്രയും. അഥവാ ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ബാറുള്ള 2 ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3 ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ഇതിൻ്റെ റൂൾസ്. അതിനുശേഷം 2-ൽ നിന്ന് 1-നെ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. പിന്നെ ലോവസ്റ്റ് ഫോമിലേക്കും ചേഞ്ച് ചെയ്തേക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇതിന് ശേഷം ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എക്സ് ഇസ് ഈക്വൽ ടു 1.27 bar is equal to 1.272727. We consider this as 1. ഇതിന് 1 ആയിട്ട് നമ്മൾ കണക്കാക്കുക. 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 പ്ലേസ് മുന്നോട്ട് പോകും. ഡെസിമലിൻ്റെ ഇവിടെയല്ലോ, ഡെസിമൽ ഇവിടെയല്ലേ. അപ്പോൾ 1, 2, അപ്പോൾ ഇവിടെ വരും 127.2727 ... ഇതിനെ നമ്മൾ 2 ആയിട്ട് കൺസിഡർ 2. സബ്ട്രാക്ട് 2, 1 from 2. നമുക്ക് കിട്ടുക 100 നിന്ന് x മൈനസ് ചെയ്തേക്കുണ്ടെങ്കിൽ 99x. ഇത് എഴുതി ഒന്ന് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങൾ എഴുതി എപ്പോഴും ചെയ്യുക. ഒത്തിരി പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം മനസ്സിലങ്ങനെ ചെയ്തേച്ചാൽ മതി. അതിനുമ്പോൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് അതിൻ്റെ പ്രശ്നമാവും. 127, അതായത് 2-ലെ നമ്പർ നമ്മൾ ആദ്യം എഴുതുക. ഡെസിമലിൻ്റെ നമ്മൾ 2 പ്രാവശ്യം എഴുതിയാലും മതി. ഓക്കെ, പിന്നെ അതിന് ശേഷമുള്ളത് ഇവിടെ എന്തായിരുന്നു? 1.27 ആയിരുന്നു. അപ്പോൾ 1.2727 റിപ്പീറ്റ് ആയിട്ടില്ല. ഈ ഭാഗത്തെല്ലാം റിപ്പീറ്റ് ആവുന്നതായതുകൊണ്ട് ഇവിടെ എപ്പോഴും 0 വരുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 126 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇസ് ഈക്വൽ ടു 126. സോ എക്സ് ഇസ് ഈക്വൽ ടു 126/99. പിന്നെ ഡിവിസിബിലിറ്റി യൂസ് ചെയ്യുക. ഡിവിസിബിലിറ്റി എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സം 1 + 2 + 6 9 ആണ് വരുന്നത്. ഇതിൻ്റെ 9, 9, 18 ആണ് വരുന്നത്. അപ്പോൾ ഈ 9 9 കൊണ്ട് ഡിവിസിബിൾ ആണ്, 99 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതായത് 9ൻ്റെ ടേബിളിൽ ഇത് രണ്ടും വരും. ഇപ്പോൾ 1 9 1 9 1 9, പിന്നെ 3 റിമൈൻഡർ ആണ് 36, 4 9s 36. അപ്പോൾ നമുക്ക് കിട്ടും 14/11. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതേ രീതിയിലുള്ള കുറച്ച് നമ്മുടെ എക്സസൈസുകളുണ്ട്. എക്സസൈസ് 1.3 ആണോ നിങ്ങളെ ചെയ്യിപ്പിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യിപ്പിക്കാം, ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള. പിന്നെ നെക്സ്റ്റ് പാറ്റേണിലേക്ക് നമുക്ക് പോകാം. ചാപ്റ്റർ 1 എക്സസൈസ് 1.3-യുടെ തേർഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പാർട്ടും 0.6 ബാർ, പിന്നെ തേർഡ് പാർട്ട് എൻ്റെ ഇതൊരു സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ട്. അതിനോടനുബന്ധിച്ച ക്വസ്റ്റ്യൻ ഇപ്പോൾ ഞാൻ ചെയ്യിപ്പിച്ചില്ല, അത് ചെയ്യിക്കുമ്പോൾ അതും ചെയ്യിപ്പിക്കാം. ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് തേർഡ് പാർട്ട്. തേർഡ് പാർട്ടിൽ 0.001 ഇതാണ് വരുന്നത്. ഇത് രണ്ടും ചെയ്യിപ്പിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യിപ്പിക്കും, വളരെ ഈസിയാണ്. ആദ്യത്തിനെ എക്സിനോട് ഈക്വേറ്റ് ചെയ്യുക. എക്സ് ഇസ് ഈക്വൽ ടു, ഇതാണ് ഞാൻ ചെയ്യിപ്പിക്കാൻ പോകുന്നത്.
ഇത്രയും സ്ഥലത്ത് ഇത് ചെയ്യിപ്പിക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 0.6 ബാർ ഈസ് ഈക്വൽ ടു 0.666. ഇത് 1 ആണ്. 10x ഈസ് ഈക്വൽ ടു 6.666. കാരണം 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് ഉള്ളൂ. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്താണ്? ഇനി നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഡയറക്റ്റ് ചെയ്യാവുന്ന കണ്ടീഷനായി 10xൽ നിന്ന് x മൈനസ് ചെയ്യേണ്ടി 9x ആണ്. ഇത് നമ്മൾ എഴുതി മൈനസ് ചെയ്യുമ്പോൾ 6.66 നിന്ന് 0.66. അപ്പോൾ ഈ 0.66 ഉള്ള സ്ഥലത്തുള്ളതെല്ലാം ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആകെ 6 ആണ്. അപ്പോൾ x ഈസ് ഈക്വൽ ടു 6/9. ലോവസ്റ്റ് ഫോമിൽ എഴുതുമ്പോൾ 2 3s are 6, 3 3s are 9. 2/3 will be the answer. ഇതിന് മുഴുവൻ മാർക്ക് കിട്ടും. നിങ്ങൾക്ക് മാർക്ക് സ്കൂളിൽ കട്ട് ചെയ്യാൻ കഴിയില്ല. ഒന്ന് സ്കൂളിലെ മെത്തേഡും ഇത് ബുക്കിൽ എഴുതിയിരിക്കുന്ന മെത്തേഡും ഞാൻ കാണിച്ചു. ഇതുകൂടാതെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി നിങ്ങൾക്ക് ആൻസർ പറയാവുന്ന, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള രീതിയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ആ മെത്തേഡ് ഞാൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ അതിനെ പറ്റി ഞാൻ പറയാം. ഇവിടെ 1 2 3 ഡെസിമൽ പ്ലേസ് ആണ്. ആദ്യം എക്സ് ഈസ് ഈക്വൽ ടു 0.001. ഇതാണല്ലോ റിപ്പീറ്റ് ആവുന്നത്. ഇതിനെ വീണ്ടും റിപ്പീറ്റ് ആക്കി നമുക്ക് എഴുതണം. ഞാൻ ഇവിടെ ഡയറക്റ്റ് റിപ്പീറ്റ് ആക്കി എഴുതി. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ 3 പ്ലേസ് ഉള്ളതുകൊണ്ട് 1000 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 1000 എക്സ് ഈസ് ഈക്വൽ ടു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇത് 1 2 3 പ്ലേസിന് മുന്നിലേക്ക് ഡെസിമൽ പോകും. അപ്പോൾ 1.001 ഇത് കണ്ടിന്യൂ ആയിരിക്കും. ഇതിനെ സെക്കൻഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തതിനെ മൈനസ് ചെയ്യണം. 1000 എക്സിൽ നിന്ന് എക്സ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 999x കിട്ടും. പിന്നെ ഇതിൻ്റെ ഡെസിമൽ പാർട്ട് കംപ്ലീറ്റ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1/999. ഇത് ഓൾറെഡി ലോവസ്റ്റ് ഫോമിലായതുകൊണ്ട് ഇതിനെ ഇനി ഫർദർ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഈ പാറ്റേണിലുള്ള മൊത്തം 2 എക്സാമ്പിളും 2 എക്സസൈസിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് 2 ചെയ്യിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ഒറ്റയടിക്ക് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് കാണാം. പക്ഷെ അത് നമുക്ക് എക്സാമിൽ ചെയ്തേക്കിന് മാർക്ക് കിട്ടില്ല കേട്ടോ. ഇത് നിങ്ങളുടെ നോളേജിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ ശരിയാണോ അല്ലേ എന്നുള്ളത്. 0.3 ഇതിൽ ബാർ ഡെസിമൽ ആയിട്ടുള്ളത് ഒരു പ്ലേസ് ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇതിനെ 3/9 എന്ന് എഴുതാം. ഇത് തന്നെയായിരിക്കും ആൻസർ എപ്പോഴും വരിക. 1/3 ഡയറക്റ്റ് ആൻസർ വന്നു. പിന്നെ നെക്സ്റ്റ് നമ്പർ ആയിരുന്നു 0.001. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എഴുതാൻ പറ്റും. ഡെസിമൽ പ്ലേസ് എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 9 താഴെ വരും. മുകളിൽ ആ നമ്പർ സ്വയം. അപ്പോൾ ആ നമ്പറിൽ ഈ 001 ആണ്. താഴെ 999. ലെഫ്റ്റ് സൈഡിൽ 0 വരെ അതിന് വിലയില്ല. അതുകൊണ്ട് 1/999 ഡയറക്റ്റ് ആൻസർ വന്നു. ശരി, നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് കിടക്കാം. Show that 0.235 over bar can be expressed in the form of P/Q. ഇതിൽ ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ളൊരു റൂൾസ്. ഇത് പിന്നെ ബുക്കിലെ പാറ്റേൺ ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഓൾറെഡി നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള പാറ്റേൺ ഞാൻ പറഞ്ഞു തന്നു. അതിന് തന്നെ നിങ്ങൾ ഫോളോ ചെയ്തേച്ചാൽ മതി. ബുക്കിലെ പാറ്റേൺ ഫോളോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യം ചെയ്ത രീതി തന്നെയാണ്. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ അകത്ത് 3 സ്റ്റെപ്പുകൾ നമ്മൾ ഈ രീതിയിൽ എഴുതേണ്ടതായിട്ട് വന്നു. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0.235 over bar is equal to 0.235. 35 മുകളിലല്ലേ ബാർ. അപ്പോൾ 35 റിപ്പീറ്റ് ആവുന്നു. അത് നമുക്ക് 3 പ്രാവശ്യം എഴുതണോ 2 പ്രാവശ്യം എഴുതിയാലൊന്നും കുഴപ്പമില്ല. 3 ഡോട്ട് ഇടുന്നത് വളരെ അത്യാവശ്യമാണ്. ലെറ്റ് ഇറ്റ് ബി 1. നമുക്ക് ഇതിനെ 2 ഭാഗമായിട്ട്
വായിക്കണം. അതായത് ഈ ബാർ ഉള്ളത് 2 പ്ലേസാണ്, ബാർ ഇല്ലാത്തത് ഒറ്റ പ്ലേസാണ്. അപ്പോൾ ഒരു പ്ലേസ് ആകുമ്പോൾ ആദ്യം നമ്മൾ 10x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10x ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു പ്ലേസ് മാത്രമാണ് മുന്നോട്ട് വരുന്നുള്ളൂ. ശ്രദ്ധിക്കുക ഒന്നുകൂടി, ഈ നമ്പറിൽ 2 നമ്പറിൻ്റെ മുകളിൽ ബാറുണ്ട്, ഒരു ഡെസിമൽ നമ്പറിൻ്റെ മുകളിൽ ബാറില്ല. അപ്പോൾ ബാറില്ലാത്ത എത്ര നമ്പറുണ്ടോ അത്രേൻ്റെ 10ൻ്റെ മൾട്ടിപ്പിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു ഡെസിമൽ നമ്പറുള്ളൂ ബാറില്ലാത്തത്, അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ഒരു പ്ലേസ് മുന്നോട്ട് പോകുന്നു. 2.353535 ഡോട്ട് ഡോട്ട് ലെറ്റ് ഇറ്റ് ബി സെക്കൻഡ്. പിന്നെ മൊത്തം എത്രയാണെന്ന് നോക്കുക. മൊത്തം എത്രയാണ്? 1 2 3 പ്ലേസ് ആണ്. ഇപ്പോൾ 3 പ്ലേസുള്ള 10ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ട്. 3 പ്ലേസ് 3 0 അല്ലേ, അതായത് 1000x കൊണ്ട് നമ്മൾ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പ്ലേസ് ഇവിടുന്ന് ഇതിനെയാണ് നമ്മൾ ഇതിനെയല്ല, അത് ആദ്യം ശ്രദ്ധിക്കുക. കാരണം ഈ കൺഫ്യൂഷനിലിരിക്കരുത്. ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ഇരിക്കുന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇതേ നമ്പറിനെ തന്നെ ആദ്യം ഈ നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാരണം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാരണം എന്താണ്? അതിൻ്റെ അകത്ത് ബാറില്ലാത്ത ബാറില്ലാത്ത ഡെസിമൽ പ്ലേസ് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അഥവാ ബാറില്ലാത്ത ഡെസിമൽ പ്ലേസ് 2 ഉണ്ടെങ്കിൽ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേനെ. ഇവിടെ ഒരെണ്ണം ഉള്ളൂ, അതുകൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ മൊത്തം എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്, അതായത് ബാറില്ലാത്തതും ബാറുള്ളതും മൊത്തം 3 പ്ലേസ് ഉണ്ട്. അപ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1000 കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 2 3 പ്ലേസിൻ്റെ മുന്നിൽ ഇതിൻ്റെ ഡെസിമൽ വരും. അതായത് 235.35 റിപ്പീറ്റ് ആവുന്ന ഒരു ബ്ലോക്ക് നമ്പറാണ്. അപ്പോൾ അത് റിപ്പീറ്റായി. ഇതിനെ നമ്മൾ തേർഡ് എന്ന് എഴുതുന്നു. ഇനി ആദ്യത്തേൽ സെക്കൻഡിൽ നിന്ന് നമ്മൾ ഫസ്റ്റിനെ മൈനസ് ചെയ്യായിരുന്നു. ഇതിൽ അങ്ങനെയല്ല, തേർഡിൽ നിന്ന് നമ്മൾ സെക്കൻഡിനെ മൈനസ് ചെയ്ത് വെച്ചാൽ മതി. തേർഡ് മൈനസ് സബ്ട്രാക്ട്. നിങ്ങൾ മുഴുവൻ എഴുതുക, ഞാൻ മുഴുവൻ എഴുതുന്നില്ല. അപ്പോൾ 1000x നിന്ന് 10x മൈനസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ 990x. അഥവാ നമുക്ക് സബ്ട്രാക്ഷൻ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് മതി കംപ്ലീറ്റ് എല്ലാം തെറ്റാവാനായിട്ട്. അപ്പോൾ ഞാൻ തേർഡിലെ നമ്പർ എഴുതുകയാണ്, ഡെസിപ്ലേ പാർട്ടിലുള്ള നമ്പർ എഴുതുകയാണ് 3535. പിന്നെ മുകളിലത്തെ നമ്പർ സെക്കൻഡിലെ 2.3535. എപ്പോഴും ഡെസിമലിന് ശേഷമുള്ള നമ്പറുകൾ എപ്പോഴും സെയിം ആണ് വരിക നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ 0 പിന്നെ ഇവിടുത്തെ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 233. അപ്പോൾ 233 x is equal to 233 upon 990. ഇനി നമ്മളിതിനെ ലോവസ്റ്റ് ഫോമിൽ ചേഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് നോക്കുക. നമ്മളാദ്യം ഈ നമ്പറുകളെ ഡിവിസിബിലിറ്റി യൂസ് ചെയ്ത് നോക്കുക. 3 + 2 5, 5 + 3 8. അപ്പോൾ ഇത് 3യുടെ ഡിവിസിബിലിറ്റിയിലും വരുന്നില്ല, 9ൻ്റെ ഡിവിസിബിലിറ്റിയിലും വരുന്നില്ല. പോരാത്തതിന് ലാസ്റ്റ് ഡിജിറ്റ് 3 ഇതിൻ്റെ ഓഡ് നമ്പർ ആയതുകൊണ്ട് 2ൻ്റെ ഡിവിസിബിലിറ്റിയിലും വരുന്നില്ല. അപ്പോൾ ഇത് ഇതിൻ്റെ ലോവസ്റ്റ് ഫോമാണ്. ഓൾറെഡി എനിക്കറിയാം. പിന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക, ലോവസ്റ്റ് ഫോമിലേക്ക്. അതുകൂടാതെയും നമ്മൾ ഇതിൻ്റെ SCF എടുത്ത് ചെക്ക് ചെയ്യുക. SCF അഥവാ 1 ആണെങ്കിൽ ആ നമ്പർ ഇല്ല, കോമൺ ഫാക്ടർ ഒന്നുമില്ലെന്ന് അർത്ഥം. ഇനി നമ്മൾ ഇതിനോടനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സസൈസ് 1.3 ആ ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സസൈസ് 1.3 ക്വസ്റ്റ്യൻ നമ്പർ 3 പാർട്ട് 2. പാർട്ട് 1ഉം 3 ഞാൻ ഓൾറെഡി ചെയ്യിപ്പിച്ച് കഴിഞ്ഞു. പാർട്ട് 2ലെ ക്വസ്റ്റ്യനാണ്. P upon ഫോമിൽ തന്നെ എഴുതുക. ക്വസ്റ്റ്യൻ ഇത് തന്നെ 4.47 ഓവർ ബാർ. നമ്മൾ പ്രോസസ്സിലേക്ക് കിടക്കാം. x is equal to 0.47 ഓവർ ബാർ. 7ൻ്റെ മുകളിൽ ബാർ ആയതുകൊണ്ട് 7 റിപ്പീറ്റ് ആവും. 7 7 7 ഡോട്ട് ഡോട്ട് ഡോട്ട്. ഇതിനെ നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ 2 ഡെസിമൽ പ്ലേസിൽ ഒരെണ്ണത്തിന് മുകളിൽ ബാറും ഒരെണ്ണം ബാർ ഇല്ലാതെയും.
അപ്പോൾ ഈ ഡെസിമൽ പ്ലേസിന് വേണ്ടി ബാറില്ലാത്ത ഡെസിമൽ പ്ലേസ് ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 4.777 ഇനി നമ്മൾ സെക്കൻഡായിട്ട് കണക്കാക്കാം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ ഇവിടെ വന്നു. ഇനി മൊത്തം എത്ര ഡെസിമൽ പ്ലേസ് ആണ്? അതായത് ഈ ബാർ ഉള്ളതും അതുകൂടാതെ ബാറില്ലാത്തതും എല്ലാം കൂടിയിട്ട് 2 ഡെസിമൽ പ്ലേസ് 1, 2. അപ്പോൾ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം 20 ഉള്ള 10ൻ്റെ മൾട്ടിപ്പിൾ വേണം. അപ്പോൾ നമുക്ക് 47.777 ഇതിനെ നമ്മൾ തേർഡ് ആയിട്ട് കണക്കാക്കുന്നു. ഇനി ഈ തേർഡിൽ നിന്ന് നമ്മൾ സെക്കൻഡിനെ മൈനസ് ചെയ്യുക. 100x നിന്ന് 10x മൈനസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് 90x. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി ചെയ്യണമെന്നുണ്ടെങ്കിൽ എഴുതി ചെയ്യാവുന്നുള്ളൂ. 47 നിന്ന് 4, കാരണം ഈ ഡെസിമൽ പ്ലേസ് ക്യാൻസൽ ആയിട്ട് അവിടെ 0 ആണ് എപ്പോഴും വരുന്നത്. അപ്പോൾ 47 നിന്ന് 4 മൈനസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ 43 കിട്ടും നമുക്ക്. 43 ഓൾറെഡി പ്രൈം നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇനി ലോവസ്റ്റ് ഫോമിൻ്റെ ആവശ്യമില്ല. x is equal to 43/90. ഈ പാറ്റേണിലെ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിനെ ഷോർട്ട് കട്ടിൽ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ നമ്പറിനെ തന്നെ എടുക്കാം. നമുക്ക് x is equal to 0.235 ഓവർ ബാർ. ഇതിൻ്റെ 35ൻ്റെ മുകളിലാണ് ബാർ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് ചെറുതായിട്ട് കാരണം ഇതിന് കുറച്ച് സ്ഥലം മതി. ഇത് പക്ഷേ എക്സാമിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താലോ സ്കൂളിൽ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്സ് കിട്ടില്ല. അപ്പോൾ ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ 0.235 ഓവർ ബാർ ഇസ് ഈക്വൽ ടു നമ്മൾ ആദ്യം ഈ മുഴുവൻ നമ്പറിനെ എഴുതുക, ഡെസിമൽ എഴുതരുത്. 235. ഇതിൻ്റെ അകത്ത് ബാറില്ലാത്ത 35യുടെ ഓവറിൽ ബാറാണ്, ബാറില്ലാത്ത നമ്പർ 2 ആണ്. അതിന് ഇതിൻ്റെ അകത്ത് മൈനസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ എഴുതുക. ഇതിൻ്റെ അടിയിൽ ആദ്യം എത്ര ബാറിൻ്റെ നമ്പറുണ്ട്? 2 ഡിജിറ്റിൻ്റെ മുകളിൽ ബാറുണ്ട്. അപ്പോൾ 29. പിന്നെ ബാറില്ലാത്ത എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? ഒരെണ്ണം. അതിന് വേണ്ടിയിട്ടൊരു 0 ഇട്ടേക്കുക. ഇത് മൈനസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന 233/990. സെയിം ആൻസർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. x is equal to 0.47 ഓവർ ബാർ is equal to ആദ്യം ഈ ഡെസിമലും ഈ ബാറെല്ലാം മറന്നേക്കുക, അത് എഴുതുക. 47 മൈനസ് ബാറിൻ്റെ നമ്പർ ഒഴിച്ചിട്ട് പിന്നെ ഡെസിമൽ പ്ലേസിലുള്ള നമ്പർ എത്രയാണെന്ന് നോക്കുക, അതിനെ മൈനസ് ചെയ്യുക 4. പിന്നെ അപ്പോൾ ഈ ബാറിന് വേണ്ടിയിട്ട് എത്ര ബാറുണ്ടോ, ബാർ ഡെസിമലുണ്ടോ അത്രയും 9. അപ്പോൾ ഒരെണ്ണമുള്ളൂ, ഇവിടെ ഒരെണ്ണം. പിന്നെ എത്ര ബാറില്ലാത്ത ഡെസിമൽ പ്ലേസിന് വേണ്ടിയിട്ട് അത്രയും 0 അപ്പോൾ 90. നമുക്ക് കിട്ടുന്നതാണ് 43/90. സെയിം അല്ലേ ആൻസർ? അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സ്റ്റെപ്പിന് ഇത് നിങ്ങളും ഇത് പഠിച്ചു വെച്ചിരിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണിത്. അപ്പോൾ ഇത്രയും കൊണ്ട് ഈ വീഡിയോയിൽ ഇത് തീർന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.